നമസ്കാരം. VMTV ന്യൂസിന്റെ പ്രധാന വാർത്തയിലേക്ക്. മലപ്പുറത്തെ വീട്ടിലെ പ്രസവത്തിനിടെ പെരുമ്പാവൂർ സ്വദേശി അസ്മ മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജുദ്ദീനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. പെരുമ്പാവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സിറാജുദ്ദീനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇയാളുടെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മന്ത്രവാദം അടക്കമുള്ള കാര്യങ്ങളാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് ആദ്യം കേസ് എടുത്തിരുന്നതെങ്കിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നരഹത്യയടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയത്. മരണത്തിന് കാരണം അമിത രക്തസ്രാവമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ മരണം സംഭവിക്കില്ലായിരുന്നെന്നും ഡോക്ടർ വ്യക്തമാക്കുന്നു. അസ്മയുടെ മരണം അതിദാരുണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലുള്ളത്. പ്രസവശേഷം യുവതിക്ക് നേരായ ഒരു വൈദ്യസഹായം ലഭിക്കാതെ രക്തം വാർന്ന് അതിദാരുണമായിട്ടാണ് യുവതി മരിച്ചത്. നേരായ പരിചരണം ലഭിച്ചിരുന്നുവെങ്കിൽ യുവതിക്ക് ജീവൻ നഷ്ടപ്പെടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിനിടെ മടവൂൽ കാഫില എന്ന യൂട്യൂബ് ചാനലിലൂടെ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ അക്യൂപഞ്ചർ പ്രചരിപ്പിച്ച ഭർത്താവ് സിറാജുദ്ദീൻ ഭാര്യയെയും ഇരയാക്കിയെന്നാണ് ഉയർന്ന പ്രധാന ആക്ഷേപം. ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്ക് മലപ്പുറത്തെ വീട്ടിൽ വെച്ചാണ് ആസ്മ പ്രസവിക്കുന്നത്. 9 മണിയോടെയാണ് ആസ്മ മരിച്ച വിവരം ഭർത്താവ് സിറാജുദ്ദീൻ അറിയുന്നത്. രക്തസ്രാവം ഉണ്ടായിട്ടുപോലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഇടപെടൽ ഉണ്ടായില്ലെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും വ്യക്തമാക്കുന്നത്. ശ്വാസം മുട്ടൽ ഉണ്ടെന്ന് പറഞ്ഞാണ് ആംബുലൻസ് വിളിച്ചത്. ഇതിൽ മലപ്പുറത്തു നിന്നും പെരുമ്പാവൂരിലെ അസ്മയുടെ വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരികയായിരുന്നു. കൊണ്ടുവരുന്ന വഴിക്ക് 12 മണിയോടെയാണ് അസ്മയുടെ ബന്ധുക്കൾ മരണവിവരം അറിയുന്നത്. ബന്ധുക്കളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂർ പോലീസ് കേസെടുത്തത്. ചോരക്കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാതെ അതേ ആംബുലൻസിൽ തന്നെ അസ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നുവെന്നാണ് അയൽവാസികൾ വ്യക്തമാക്കുന്നത്. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. മൃതദേഹവുമായി വീട്ടിലെത്തുമ്പോഴാണ് മരണവിവരം എല്ലാവരും അറിയുന്നത്. ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് പ്രസവം കഴിഞ്ഞതാണ്. രാത്രി 9 മണിയോടെയാണ് മരണം സംഭവിക്കുന്നത്. പ്രസവിച്ച വിവരമോ മരിച്ച വിവരമോ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ബന്ധുക്കളോടോ പറഞ്ഞിരുന്നില്ല. മരണം സംഭവിച്ചതിനു ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് വിവരം അറിഞ്ഞതെന്ന് മരിച്ച അസ്മയുടെ അയൽവാസി അൻസാർ വ്യക്തമാക്കുന്നു. അസ്മയുടെ 5ാമത്തെ പ്രസവമായിരുന്നു. 3 പ്രസവം നടന്നത് വീട്ടിലാണ്. ആലപ്പുഴ സ്വദേശിയാണ് ഭർത്താവ്. താമസിക്കുന്നത് മലപ്പുറത്ത് വാടക വീട്ടിലാണ്. 11 മണിക്ക് ശേഷമാണ് മരിച്ചതെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ആംബുലൻസിലേക്ക് കയറ്റുമ്പോൾ കൈയൊക്കെ മരവിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് കൂടെയുണ്ടായിരുന്ന ആളുകൾ പറയുന്നു. പ്രസവശേഷം മരണവെപ്രാളം കാണിച്ചിട്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ല. സ്വന്തം കുട്ടിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞ് വെള്ളം കൊടുത്തപ്പോഴും മതിയായ ചികിത്സ നൽകാൻ തയ്യാറായില്ല. പ്രസവ സമയത്ത് വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന കാര്യം അറിയില്ല. അദ്ദേഹം മാത്രമാണ് ഉണ്ടായതെന്നാണ് വിവരങ്ങൾ. ഒറ്റപ്പെട്ട വീട്ടിലാണ് ഇവർ താമസിച്ചിരുന്നത്. അയൽവാസികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ദൂരെ നിന്ന് ആളുകളെ വിളിച്ചു വരുത്തിയാണ് മൃതദേഹം ആംബുലൻസിൽ കയറ്റിയതെന്നും അൻസാർ വ്യക്തമാക്കുന്നു. ചോരക്കുഞ്ഞിനെ പോലും ആശുപത്രിയിലാക്കിയില്ല. ആ കുഞ്ഞിനെയും കൊണ്ടാണ് കിലോമീറ്ററോളം സഞ്ചരിച്ച് ഇവിടെ എത്തിയത്. പിന്നീട് ഞങ്ങളാണ് കുട്ടിയെ ആശുപത്രിയിലാക്കിയത്. ICUവിലാണ് കുഞ്ഞ്. ഒന്നും പറയാറായിട്ടില്ല. സിദ്ധചികിത്സയുമൊക്കെയായി നടക്കുന്നയാളാണ് അസ്മയുടെ ഭർത്താവെന്നാണ് വ്യക്തമാക്കുന്നത്. ആശുപത്രിയിലെ ചികിത്സയൊക്കെ എതിർക്കുന്നവരാണിവരെന്നും അൻസാർ വ്യക്തമാക്കി. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവം മനഃപൂർവ്വമായ നരഹത്യയാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പ്രതികരിച്ചു. ആശാവർക്കർമാരോട് യുവതി മറഞ്ഞു നിന്നാണ് സംസാരിച്ചത്. അവബോധമില്ലാത്തത് കൊണ്ടല്ല മറഞ്ഞിരുന്നത്. അവർ ബോധപൂർവം കാര്യങ്ങൾ മറച്ചുവെക്കുകയാണ്. കഴിഞ്ഞ വർഷം 500-ലധികം പ്രസവങ്ങളാണ് വീടുകളിൽ നടന്നത്. ആ വർഷവും ഇതിന്റെ തോതിൽ കുറവ് വന്നിട്ടില്ലെന്നും മന്ത്രി വിശദീകരിച്ചു. മാസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും സമാന രീതിയിൽ യുവതി രക്തം വാർന്ന് മരിച്ചിരുന്നു. കഴിഞ്ഞ 9 മാസത്തിനിടെ 9 കുഞ്ഞുങ്ങളാണ് വീട്ടിലെ പ്രസവത്തിനിടെ മരിച്ചത്. യഥാർത്ഥ കണക്കുകൾ ഇതിൽ കൂടുതൽ വരും. വീടുകളിൽ പ്രസവം നടത്താൻ പ്രോത്സാഹിപ്പിക്കുന്ന സംഘങ്ങളും നവമാധ്യമ കൂട്ടായ്മകളും സജീവമാണ്. അടുത്തിടെ വീട്ടിൽ പ്രസവിച്ച കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ലെന്ന് പറഞ്ഞ് ചാനലുകൾ നിറഞ്ഞ ദമ്പതികൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചതും ഇതിന്റെ ഭാഗമായാണ്.